നമ്മൾ പുതിയൊരു ഡ്രാമയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമയുടെ പേര് ക്വീൻ ഓഫ് ടിയേഴ്സ്. ഈ ഒരു ഡ്രാമയ്ക്കും കോപ്പിറൈറ്റിന് ചാൻസസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസാണ് ഇടുന്നത്. ഈ ഒരു ഡ്രാമയ്ക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും നൽകേണ്ട കാര്യമില്ല. ഇതിന്റെ തുടക്കം തന്നെ എന്താണ് ഇതിന്റെ സ്റ്റോറി എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രോ ഒന്നും കൊടുക്കാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡ്രാമയിലേക്ക് കടക്കാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഹീറോയിനായിട്ടുള്ള ഹെയിന്റെയും ഹീറോ ആയിട്ടുള്ള ഹ്യുൻവോയുടെയും വിവാഹമൊക്കെയാണ് കാണിക്കുന്നത്. ക്വീൻസ് ഗ്രൂപ്പ് എന്ന കൊറിയയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിലേക്കൊക്കെയാണ് ഹ്യുൻവോ വിവാഹം കഴിച്ചു പോയിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് 3 വർഷമായിരിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തുകയാണ്. ഞാൻ പ്രണയിച്ച ആളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കുവാനായിട്ട് സാധിച്ചു. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളതെന്നൊക്കെയാണ് ഹ്യുൻവു പറയുന്നത്. ഞാൻ ഇതുവരെയായിട്ടും എന്റെ ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പണക്കാരി ആയതുകൊണ്ട് മാത്രമാണ് ഹ്യുൻവുവിനെ വിവാഹം കഴിച്ചതെന്നൊക്കെ ആയിരുന്നു ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഇന്റർവ്യൂയിലൂടെ എന്റെ ഫേസ് ഒക്കെ റിവീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞു നടക്കുന്ന ആ ഒരു കാര്യമൊക്കെ മാറ്റി പറയുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഹെയിനും സ്വയം ചിരിക്കുന്നു. ഒരു സാധാരണ ലൈഫ് മാത്രമാണ് ഞങ്ങളുടേതെന്നൊക്കെ ഹീറോ പറയുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി ഒന്നിച്ചു കാണിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് എണീക്കാറുള്ളതെന്നൊക്കെ ഹീറോ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും രണ്ട് റൂമിലേക്കായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്നിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നതെന്ന് അവർ പറയുമ്പോൾ പോലും അവർ യഥാർത്ഥത്തിൽ ഒരേ ടേബിളിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഒരുപാട് അകലമൊക്കെ പാലിച്ചിട്ടുമുണ്ടായിരുന്നു. ഒരേ വണ്ടിയിൽ അവർ ഓഫീസിലേക്കൊക്കെ പോകുമെങ്കിൽ പോലും പരസ്പരം ഒന്നും നോക്കുക പോലും ചെയ്യുകയില്ല. മാത്രമല്ല, ഓഫീസിലെത്തുന്ന അവരാകട്ടെ രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയി വർക്കും ചെയ്യും. അവൻ വളരെയധികം ഹാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവൻ ഒട്ടും തന്നെ ഹാപ്പി ആയിരുന്നില്ല. എങ്ങനെയാണ് അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയതെന്നൊരു ചോദ്യമൊക്കെ അവർക്കിടയിൽ വരികയാണ്. പഠനമൊക്കെ കഴിഞ്ഞ സമയത്ത് ക്വീൻസിന്റെ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ അവളും ഒരു ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതിന്റെ ഓണറാണെന്ന് പറയാതെയാണ് വർക്ക് ചെയ്തത്. അവിടെ വെച്ച് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട അവനാകട്ടെ പിന്നീട് പിറകെ നടന്ന് ഹെൽപ്പ് ചെയ്യുകയും ഫ്ലേർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ അവൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഫോട്ടോ കോപ്പി ഒക്കെ ചെയ്യുന്ന മെഷീൻ ശരിക്കും വർക്ക് ചെയ്യാതെ ആക്കുമ്പോഴത്തേക്കും അവളും ആ ഒരു മെഷീനിട്ട് ഒരുപാട് ചവിട്ടൊക്കെ ചവിട്ടുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുന്ന അവനാകട്ടെ ആ ഒരു മെഷീനെ കുറിച്ച് ഓർത്തിട്ടായിരുന്നു അവളെ സഹായിക്കുവാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പലതവണ അവൾ ഇതേ കാര്യം ആവർത്തിക്കുകയും അവൻ സഹായിക്കുകയും ചെയ്തു. നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉടനെ തന്നെ നിന്നെ ഈ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടുന്നതായിരിക്കും. നീ മറ്റേത് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്നും നിന്റെ ഈ ഒരു സ്വഭാവം കാരണം നിന്നെ പിരിച്ചുവിടുന്നതാണ്. സുപ്പീരിയർ നിന്നെ ഡെയിലി വഴക്കൊക്കെ പറയാറില്ലേ? അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുമെന്നൊക്കെ അവൻ പറയുകയാണ്. സുപ്പീരിയർ എന്നെയല്ല വഴക്ക് പറയുന്നത്, അതിന് നിന്റെ ഹൃദയം എന്തിനാണ് അതുപോലെ ഇടിക്കുന്നതെന്നൊക്കെ അവൾ തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്കും അവനും പറയുവാൻ മറുപടി ഉണ്ടായിരുന്നില്ല. നീ നല്ലതുപോലെ ആലോചിച്ചിട്ട് മറ്റൊരു ദിവസം മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അവളും പോകുന്നു. ഇനി മറ്റൊരു ദിവസമാകട്ടെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ കുടയില്ല എന്ന് മനസ്സിലാക്കുന്ന അവനും അവന്റെ കയ്യിലുണ്ടായിരുന്ന കുടയൊക്കെ അവൾക്ക് നൽകുന്നു. അവളും അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ അവനോട് അപ്പോഴേ പറയുന്നുണ്ട്. ഞാൻ SNUവിലെ ലോ സ്കൂളിലൊക്കെ പഠിച്ച വ്യക്തിയാണ്. എന്റെ ഫാമിലിയിലുള്ള ആളുകൾ എല്ലാവരും തന്നെ വളരെ നല്ല വ്യക്തികളുമാണ്. ഞങ്ങൾക്ക് മൊത്തം 35 പശുക്കളൊക്കെ ഉണ്ട്. സാധാരണ ആളുകളാകട്ടെ ഓരോ മാസത്തെ റെന്റ് ഒക്കെയാണ് നൽകാറുള്ളത്. ഞാനാകട്ടെ 2 വർഷത്തേക്ക് താമസിക്കുന്ന സ്ഥലം ലീസിനെടുത്താണ് താമസിക്കുന്നത്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പണമുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഈ ഒരു ജോലിയിൽ നിന്നും പറഞ്ഞു വിടുകയാണെങ്കിൽ പോലും എനിക്ക് നിന്നെ നോക്കുവാനായിട്ട് സാധിക്കും. ഭാവിയിൽ ഞാൻ വിവാഹം കഴിക്കുവാൻ പോകുന്ന പെൺകുട്ടി ജോലി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ആ ഒരു പെൺകുട്ടി നീയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ജോലിക്ക് പോകുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ അവനും പറയുന്നു. അങ്ങനെയാണ് അവനും അവന്റെ പ്രണയമൊക്കെ തുറന്നു പറഞ്ഞത്. ഇനി അവന്റെ കയ്യിലുണ്ടായിരുന്ന കൂടെ അവൾക്ക് നൽകിയിട്ട് മഴയൊക്കെ നനഞ്ഞ് അവൻ ഓടിപ്പോകുമ്പോഴത്തേക്കും എന്നെ കൊണ്ടുവരുവാൻ ഡ്രൈവർ വരും. അതുകൊണ്ടായിരുന്നു കൂടെ വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അവൾ സ്വയം ഓർക്കുന്നു. എന്തായാലും അവൻ ചെയ്ത ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവൾക്ക് അവന്റെ അടുത്തും പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. അവൻ എപ്പോഴും റൊമാൻറ്റിക് ആയിട്ടാണ് പെരുമാറാറുള്ളതെന്നും അവൾ ഇന്റർവ്യൂവിൽ പറയുകയാണ്. കുറെ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓണർ ആയിരുന്നു അവളെന്ന സത്യമൊക്കെ അവൻ മനസ്സിലാക്കിയത്. അതറിഞ്ഞപ്പോൾ തന്നെ അവനും ജോലിക്ക് റിസൈൻ ചെയ്തു പോയി. പിന്നീട് അവന്റെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇരുന്നെങ്കിൽ പോലും ഒരു ദിവസമാകട്ടെ അവളും അവനോട് വെളിയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് പറഞ്ഞൊരു മെസ്സേജ് ഒക്കെ അയക്കുകയാണ്. ഇനി അവൻ വെളിയിൽ ചെന്ന് നോക്കുമ്പോഴാകട്ടെ അവളും ഒരു ഹെലികോപ്റ്ററിലൊക്കെ അവരുടെ തോട്ടത്തിലൊക്കെ വന്നിറങ്ങുന്ന കാഴ്ചയായിരുന്നു അവൻ കണ്ടത്. നീ എന്നെ ഇവിടെ തന്നെ നിർത്തുവാനായിട്ട് പോകുകയാണോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനും അവന്റെ ഉള്ളിലെ പ്രണയമൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അന്ന് അവളെ കണ്ടപ്പോഴത്തേക്കും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മാലാഖരം പോലെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും ഇന്റർവ്യൂവിൽ പറയുകയാണ്. അവനും അവന്റെ മാരീഡ് ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കോടതിയും കാണിക്കുകയാണ്.
അവിടെ ആകട്ടെ അവന്റെ ഫ്രണ്ട്സും നിൽപ്പുണ്ടായിരുന്നു. അതിലെ ഒരു അഡ്വക്കേറ്റ് ആകട്ടെ നമ്മുടെ ഹ്യുൻവോ വിവാഹമോചനമൊക്കെ നടത്തുവാനായിട്ട് പോകുകയാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ബാക്കി ആളുകൾക്ക് ആകെ അതിശയം തോന്നുകയാണ്. അതായത് കൊറിയയിലെ തന്നെ ഏതൊരാണും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫൊക്കെയാണ് അവന്റേത്. അങ്ങനെ ഇരിക്കെ അവൻ എന്തുകൊണ്ടായിരിക്കും വിവാഹമോചനമൊക്കെ നേടുന്നതെന്നായിരുന്നു അവരുടെ സംശയം. നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ആ ഒരു കേസൊക്കെ വാദിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം അയാളാകട്ടെ ആ ഒരു കേസ് കൂടെയുള്ള മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. ഈ ഒരു കേസ് ചെറിയ കേസൊന്നുമല്ല, വളരെ വലിയൊരു കേസാണ്. ക്വീൻസ് ആണ് ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് ഭയപ്പെട്ടിട്ടായിരുന്നു ആ ഒരു അഡ്വക്കേറ്റും കേസ് കൂടെയുള്ള ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കുന്ന അയാളും കേസ് ഏറ്റെടുക്കുവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. ക്വീൻസ് ഗ്രൂപ്പിന്റെ മരുമകനാക്കുക എന്ന വലിയൊരു ദൗത്യമൊക്കെയാണ് അവനിപ്പോൾ ഉള്ളത്. അങ്ങനിരിക്കെ അവൻ എന്തുകൊണ്ടായിരിക്കാം ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിക്കുമ്പോഴത്തേക്കും ആ പെണ്ണിന് വട്ടായത് കൊണ്ടാണെന്ന് മറ്റൊരാൾ മറുപടിയൊക്കെ നൽകുന്നു. ട്രില്യൺ ബില്യണേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ആ ഗ്രൂപ്പില് ഹെയ്നെ ചേർത്തിട്ടില്ല. അവളുടെ കമ്പനിക്കാകട്ടെ ഒരു 100 മില്യന്റെ കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരുന്നു ചേർക്കാതെ പോയതും. എങ്കിൽ പോലും അവൾ അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടൊക്കെ വരികയാണ്. അവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലാകട്ടെ പ്രോഫിറ്റ് ഒക്കെ കുറഞ്ഞ രീതിയിലുള്ള ചില ബ്രാൻഡുകളുണ്ട്. ആ ഒരു ബ്രാൻഡുകളെല്ലാം തന്നെ അടച്ചു പൂട്ടുവാനായിട്ടായിരുന്നു ഹെൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മീറ്റിംഗിലുള്ള ആളുകളാകട്ടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു ഹെയിന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളെയും അറിയിക്കുന്നു. ഹ്യൂൻവോ മറ്റൊരു മീറ്റിംഗിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഹെയിൻ അവനെ വിളിപ്പിച്ചിരിക്കുകയാണ്. അവൻ എന്തുകൊണ്ടാണ് ആ ഒരു ബ്രാൻഡുകളൊന്നും പൂട്ടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവനാകട്ടെ 500 മില്യണിൽ കൂടുതൽ തുകയൊക്കെ എടുത്തിട്ടായിരുന്നു അവര് ബ്രാൻഡൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അതൊക്കെ പൂട്ടുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നഷ്ടം വരുന്നതാണ്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ ലീഗലായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പോലും ആ ഒരു കേസിൽ നമ്മൾ തോൽക്കുന്നതായിരിക്കും. അവരുടെ ഭാഗത്താണ് ന്യായമുള്ളത്. ഇനി നമ്മൾ ഈ ബ്രാൻഡ്സിനെ പുറത്താക്കുകയാണെങ്കിൽ അവർക്ക് നമുക്കെതിരായിട്ടൊക്കെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൽ അവർ വിജയിക്കുവാൻ വളരെ സാധ്യതയുണ്ട് എന്നൊക്കെ അവൻ അറിയിക്കുമ്പോഴത്തേക്കും ഉപദേശം തരുവാനായിട്ടായിരുന്നില്ല നിന്നെ ഞാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനങ്ങളെല്ലാം തന്നെ പൂട്ടുക തന്നെ ചെയ്യണം. പിന്നെ കേസ് കൊടുക്കുന്ന കാര്യം, നിങ്ങളെയൊക്കെ ഇവിടെ നിയമിച്ചിട്ടുള്ളത് തന്നെ ഞാൻ കൊടുക്കുന്ന കേസുകളൊക്കെ വിജയിപ്പിക്കുവാനായിട്ട് മാത്രമാണ്. അല്ലാതെ എന്നെ ഉപദേശിക്കുവാനായിട്ട് ആരും വരേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളും അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവനെ അപമാനിച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോകുന്നു. ഇനി അവർ ലിഫ്റ്റിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴത്തേക്കും നമ്മൾ അത്രയ്ക്ക് നല്ല രീതിയിലല്ല എന്നൊക്കെ ബാക്കിയുള്ള ആളുകളെ കാണിക്കുവാനായിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും വർക്കും റിലേഷൻഷിപ്പും ഒരുപോലെ അവൻ കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെയാണ് അറിയിക്കുന്നത്. പക്ഷെ അപ്പോൾ മറ്റൊരു മാനേജറിന്റെ കേസിനെ കുറിച്ച് അവളും സംസാരിക്കുന്നു. ആ ഒരു മാനേജറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവാനായിട്ടൊക്കെ അവൾ തീരുമാനിച്ചതായിരുന്നു. ആ വിവരം അവനെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ അവനാകട്ടെ ആ ഒരു മാനേജറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അദ്ദേഹം ആദ്യം മുതലേ നമ്മുടെ കൂടെയുള്ള ഒരാളാണ്. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവനും അറിയിക്കുകയാണ്. നീ എല്ലാവരുടെയും അടുത്ത് വളരെയധികം സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറുന്നത്. അതിന്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഇല്ല എന്നൊക്കെ അവൾ പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവനും 1 മണിക്കൂറിനുള്ളിൽ ഒരു സ്ഥലത്തേക്കൊക്കെ എത്തുവാനായിട്ട് അവളോട് പറയുകയാണ്. അവൾ വരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവൻ രാത്രി വരെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിലും അവൾ എത്തുന്നുണ്ടായിരുന്നില്ല. അവനും ഡിവോഴ്സ് ചെയ്യുവാനുള്ള ഒരു ഫോമൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോഴാണ് ഫാമിലി മീറ്റിംഗിലേക്ക് അവന് ചെല്ലുവാനായിട്ട് പറഞ്ഞൊരു മെസ്സേജ് ഒക്കെ വരുന്നത്. ഹേനും ഹ്യുൻവോവും കൂടി ചേർന്നിട്ട് വർക്കിന്റെ സമയത്ത് അടിയൊക്കെ കൂടുന്നത് പലരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതാണെന്നുള്ള രീതിയിൽ റൂമേഴ്സും പടർന്നിട്ടുണ്ട്. ഒരു ഫാമിലി ഇന്റർവ്യൂ ഒക്കെ ഇപ്പോൾ നടത്തുകയും പിന്നീട് ആർട്ടിക്കിൾസ് ഒക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു റൂമേഴ്സ് എല്ലാം തന്നെ ഇല്ലാതാക്കുന്നതാണെന്നാണ് ഫാമിലി മെമ്പേഴ്സ് പറയുന്നത്. ഹെയിന്റെ സഹോദരനാകട്ടെ മറ്റൊരു വർക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഹ്യുൻവുവിനെ കുറ്റപ്പെടുത്തുകയാണ്. അതിന് കൃത്യമായ ന്യായങ്ങളൊക്കെ ഹ്യുൻവുയുടെ ഭാഗത്ത് ഉണ്ടായിട്ട് പോലും അതൊന്നും കേൾക്കുവാനായിട്ട് ബാക്കിയുള്ള വീട്ടിലെ ആളുകൾ തയ്യാറാകുന്നു പോലുമില്ല. അധികം വൈകാതെ ഒരു കുട്ടിയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ റൂമേഴ്സും ഇല്ലാതാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് അമ്മ നിർദ്ദേശിക്കുന്നു. കുട്ടി ഉണ്ടായതിനു ശേഷം 2 വർഷം MBA പഠിക്കുവാനായിട്ട് വെളിയിൽ പോയി നിൽക്കണമെന്നൊക്കെ അവന്റെ അടുത്ത് അമ്മ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവന് ഡിഗ്രി എടുക്കുവാൻ ഒരു പ്ലാനും ഇല്ല എന്ന കാര്യം അവൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവൻ പറയുകയാണ്. പക്ഷേ ഫാമിലിയിലെ ആളുകൾ എന്ത് പറയുന്നു അത് കേൾക്കുക മാത്രമാണ് അവന്റെ ഡ്യൂട്ടി എന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു. ഇതുവരെ ജനിക്കാത്ത ആ ഒരു കുഞ്ഞിന് ഹോങ് സൂബിൻ എന്നൊരു പേര് പോലും അച്ഛൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹോങ് എന്ന് പറയുന്നത്
എന്റെ ഫാമിലി നെയിമാണ് സാധാരണ അച്ഛന്മാരുടെ ഫാമിലി നെയിമൊക്കെയല്ലേ കുട്ടികൾക്ക് ഇടാറുള്ളതെന്നൊക്കെ ഹിനുവ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ പണ്ട് കാലത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് പുരോഗമിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മമാരുടെ പേരാണ് എല്ലാവരും ഇടാറുള്ളതെന്നൊക്കെ അച്ഛനും പറയുന്നു. അപ്പോഴാണ് ഹെയിന്റെ സഹോദരനായിട്ടുള്ള സൂചോൾ ഞങ്ങളുടെ കുഞ്ഞിനൊക്കെ പേരിടാൻ നേരത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചതല്ലേ എന്റെ വൈഫിന്റെ ഫാമിലി നെയിമൊക്കെ ഇട്ടോട്ടേന്ന്. അന്ന് അച്ഛനല്ല അത് സമ്മതിക്കാതെ പോയത്. എന്നിട്ട് ഇപ്പോഴെന്തുകൊണ്ടാണ് ഹെയിന്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നതെന്നൊക്കെ അവനും ചോദിക്കുന്നു. അച്ഛനാകട്ടെ ആ ഒരു കേസും ഈ ഒരു കേസും വ്യത്യസ്തമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഹ്യുനുവിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ടായിരുന്നെങ്കിലും പല കാര്യത്തിലും ഭാര്യ ഒന്ന് റിയാക്ട് പോലും ചെയ്യാത്തത് കൊണ്ട് തന്നെ അവനും അതൊന്നും തന്നെ പറയാതെ ഇരിക്കുന്നു. എല്ലാവരും പറയുന്നത് പോലെ നമുക്കൊരു കുഞ്ഞ് വേണമെന്നും ഞാൻ വിദേശത്ത് പോയി പഠിക്കണമെന്നുമാണോ നിന്റെ ആഗ്രഹം എന്നൊക്കെ ഹെയിന്റെ അടുത്ത് ഹിനുവു ചോദിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ അത് നല്ല കാര്യമല്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഒരു കുഞ്ഞൊക്കെ ആകാമെന്ന തീരുമാനമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നതും. ഇപ്പോഴും ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ റെഡിയാക്കുവാനായിട്ട് അവളെ ഒരാൾ കോൾ ചെയ്യുകയാണ്. അവളാകട്ടെ ഹ്യുൻവു SNUയിലൊക്കെ ലോ പഠിച്ചതായിരുന്നുവെന്ന് പ്രത്യേകം ആർട്ടിക്കിളിൽ എഴുതുവാനായിട്ടും പറയുന്നു. എനിക്ക് ഇതുപോലത്തെ ഇന്റർവ്യൂവും മറ്റും ചെയ്യുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. അവരോട് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കള്ളമാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഉൾപ്പെടുത്തരുതെന്നായിരുന്നു ഹ്യുൻവുവിന് പറയുവാനായിട്ടും ഉണ്ടായിരുന്നത്. ആർട്ടിക്കിളിൽ കൊടുക്കുവാനായിട്ട് ഇന്റർവ്യൂവിനെടുത്ത ഫോട്ടോസൊക്കെ അയച്ചു തരണമെന്ന് ഹെയ്ൻ പറയുകയാണ്. അവൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോ ആയിരിക്കണം പബ്ലിഷ് ചെയ്യുന്നതെന്നും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഹ്യുൻവു അന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുകയാണ്. സൂചോൾ ഒരു റിപ്പോർട്ടറിനൊക്കെ കോൾ ചെയ്യുകയാണ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ആർട്ടിക്കിളിലാകട്ടെ അവൻ 200 മില്യൺ ഒക്കെ ഡൊണേറ്റ് ചെയ്തു എന്ന രീതിയിൽ വരുത്തണം. അവൻ ശരിക്കും ആരാണെന്നൊന്നും പറയാതെയൊക്കെ ആയിരുന്നു പണം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആർട്ടിക്കിളിലൊക്കെ കൊടുത്ത് അത് ഒരുപാട് ആൾക്കാരെ അറിയിക്കണമെന്നതായിരുന്നു അവന്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ അവിടേക്ക് ഹെയ്നും എത്തുന്നു. അവനിട്ട് ഹെയ്നും നല്ലതുപോലെ തന്നെ തല്ലൊക്കെ കൊടുക്കുകയാണ്. ഫാമിലി മീറ്റിംഗിൽ വെച്ചാകട്ടെ ഹ്യുൻമുവിനെ കുറിച്ച് മോശമായിട്ടൊക്കെ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ ഹസ്ബൻഡിനെ ബഹുമാനത്തോടു കൂടി മാത്രമേ നീ കാണുവാനായിട്ട് പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളും അവനെ തല്ലുന്നു. ഹെയ്ൻ അവളുടെ ഹസ്ബൻഡിനെ ഒരുപാട് അപമാനിക്കുന്നതാണ്. അങ്ങനെയൊക്കെ താൻ സംസാരിച്ചതാണോ ഇത്രയ്ക്ക് വലിയ പ്രശ്നമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൂചോളും അവളെ സൈക്കോപാത്ത് എന്നൊക്കെ വിളിക്കുന്നുമുണ്ട്. ഹിനുവു ഫ്രണ്ടിന്റെ ഒപ്പം മദ്യപിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവൻ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്യൂട്ടാണെന്നൊക്കെ ഹെയ്നും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ക്യൂട്ടായി പോയത്? അതുകൊണ്ടല്ലേ അവൾ എന്നെ ഇഷ്ടപ്പെട്ടത്. അവൾ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്റെ ലൈഫ് തന്നെ ഇല്ലാതായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും കരയുകയാണ്. ഞാൻ ക്യൂട്ടല്ലായിരുന്നെങ്കിൽ അവളെ വിവാഹം കഴിക്കേണ്ടിയേ വരികയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും കരയുമ്പോഴത്തേക്കും അവന്റെ ഫ്രണ്ട് ആകട്ടെ എന്നാൽ ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുവാനൊക്കെ നോക്കുന്നു. പക്ഷേ അവനിപ്പോൾ മദ്യപിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൻ വളരെ ക്യൂട്ടാണല്ലോ. അതുകൊണ്ട് അവന് വീട്ടിലേക്ക് പോകുവാനും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. അവൻ കാണുന്ന രീതിയിൽ രണ്ടുപേര് അവനെ നോക്കി ഇരിപ്പൊക്കെയുണ്ട്. അവരാകട്ടെ അവനെ കുറിച്ചുള്ള റൂമേഴ്സ് ഒക്കെ ഇല്ലാതാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം സേഫ് ആയിട്ട് വീട്ടിലേക്ക് പോയിക്കോളാം എന്നൊക്കെ അവനും പറയുന്നു. ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമൊക്കെ അറിയുവാനായിട്ട് അവനാകട്ടെ ഓരോ ഇലയൊക്കെ പറിച്ചു കളയാറുണ്ട്. പക്ഷെ അങ്ങനെ കളഞ്ഞു കഴിയുമ്പോഴും ഡിവോഴ്സ് ചെയ്യേണ്ട എന്നൊരു തീരുമാനമൊക്കെയാണ് ആ ഇലകളും നൽകുന്നത്. അവന്റെ ഒപ്പം അതുകൊണ്ട് ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വിഷമിക്കുന്നു. ഒരു ഇല പോലും തന്റെ ഒപ്പം ഇല്ല എന്ന് അവൻ പറയുമ്പോഴത്തേക്കും എന്റെ ഒപ്പം ആര് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ബിൽഡിംഗ് ഒക്കെ സ്വന്തമാക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ ഒരു ബിൽഡിംഗ് എപ്പോഴും എന്റെ ഒപ്പം ഉണ്ടായിരിക്കും. എന്റെ വൈഫ് രാവിലെ എന്നെ ചിരിച്ചു കാണിക്കുകയാണെങ്കിൽ വൈകിട്ട് ഞാനുമായിട്ട് അടികൂടും. അവളുടെ മൂഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് വൈഫിനെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്നൊക്കെ ഫ്രണ്ടും പറഞ്ഞു കൊടുക്കുന്നു. ഹിനുവു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കൊക്കെ നടന്നു പോകുകയാണ്. ആ രണ്ടുപേരാകട്ടെ ഇപ്പോഴും അവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് തിരിച്ചു മടങ്ങി പോകുവാനായിട്ടും അവൻ ആവശ്യപ്പെടുന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഹ്യുൻവുവും വീട്ടിലുണ്ടായിരുന്ന ഹെയ്നും ഡോറിന്റെ വാതിലൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ആ ഒരു ഡോർ തുറന്ന് പരസ്പരം കാണുവാനായിട്ട് തയ്യാറാകുന്നില്ല. ആർട്ടിക്കിളിൽ കൊടുക്കാനായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നോക്കുന്ന ഹെയ്നും ഹ്യുൻവുവിന്റെ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുന്നു. ഹ്യുൻവു ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാകട്ടെ അവിടെ ഉണ്ടായിരുന്ന മറ്റു ചില അഡ്വക്കേറ്റ്സ് അവനെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ ക്വീൻസ് ഗ്രൂപ്പിന്റെ മരുമകനാണ്. പക്ഷെ അവരുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളും തീർക്കുന്നത് അവനാണ്. നമ്മൾ മൊത്തത്തിലുള്ള അഡ്വക്കേറ്റ്സിന് അവനൊരു നാണക്കേട് തന്നെയാണെന്നൊക്കെ ആയിരുന്നു അവർ സംസാരിക്കുന്നത്. ഇപ്പോൾ ഹിൻവു ജയിലിൽ പോയിട്ടുള്ളത് ബ്യോംചേനെ കാണുവാനായിട്ടാണ്. ബ്യോംചെ എന്ന് പറയുന്നത് നമ്മുടെ ഹെയിന്റെ അച്ഛന്റെ സഹോദരിയാണ്. ഞാൻ ഇനി എത്ര കാലം ഈ ഒരു ജയിലിൽ കിടക്കണം? ജയിലിൽ കിടക്കുവാൻ മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. സ്യൂൽഹിയുടെ മുടിയിൽ പിടിച്ച് വലിക്കുക മാത്രമല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ബ്യോംചെ പറയുമ്പോഴത്തേക്കും നീ അങ്ങനെ മുടിയിൽ പിടിച്ച് വലിച്ചത് കൊണ്ട് തന്നെ അവർക്ക് 4 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നീ ജയിലിൽ കിടക്കുന്നതെന്നൊക്കെ ഹ്യുൻവുവും അറിയിക്കുന്നു.
എന്റെ അമ്മ മരിക്കുവാനുള്ള കാരണക്കാരി പോലും സ്യോൽഹിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം. എന്ത് ചെയ്യാനാണ്? പ്രതികാരം ചെയ്യുന്നത് എന്റെ ഒരു പ്രത്യേകതയായി പോയി. ഞാൻ 3 പേരെ വിവാഹം കഴിക്കുകയും വിവാഹമോചനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ 3 ഹസ്ബൻഡിനെയും അവരുടെ റിലേറ്റീവ്സിനെയും മൊത്തത്തിൽ നാണം കെടുത്തി. അങ്ങനെ ഇപ്പോൾ ഒടുവിലായിട്ട് അവർ 3 പേരും രാജ്യം തന്നെ വിട്ടു പോയിരിക്കുകയാണ്. അവരെന്നെ ഡിവോഴ്സ് ചെയ്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ടായിരുന്നത്. ഡിവോഴ്സ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടെയുള്ള ഒരാൾ മരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്നൊക്കെയാണ് വ്യോംചയും പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തതായിട്ട് വ്യോംചയുടെ അമ്മ മരിച്ചതിന്റെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. വ്യോംചയുടെ അമ്മ എന്ന് പറയുന്നത് എന്റെ മുത്തശ്ശി തന്നെയാണ്. ഇനി ഒരു അടുക്കളയൊക്കെ കാണിക്കുന്നു. അടുക്കളയിലാകട്ടെ മുഴുവൻ ആണുങ്ങൾ മാത്രമാണ് ഉള്ളത്. വെറും ആണുങ്ങളല്ല, എല്ലാവരും ക്വീൻസ് ഗ്രൂപ്പിന്റെ മരുമക്കളാണ്. അവരെല്ലാവരും വലിയ വലിയ പഠിപ്പുള്ളവരും വലിയ ഫാമിലിയിൽപ്പെട്ട ആളുകളുമൊക്കെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ മുത്തശ്ശിയുടെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കുക്കിംഗാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു മരുമകനെയും കൂടി സൂചോൾ അവരുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുകയാണ്. മുത്തശ്ശന് ഇതുപോലത്തെ ആചാരങ്ങളിൽ ഒരുപാട് വിശ്വാസമുണ്ട്. പിന്നെ ആണുങ്ങൾ ഇതുപോലത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമാണല്ലോ എന്നൊക്കെ സൂചോൾ പറയുമ്പോഴത്തേക്കും, അത്രയ്ക്ക് നല്ല കാര്യമാണെങ്കിൽ നിനക്കും ഞങ്ങളുടെ ഒപ്പം കൂടിക്കൂടെ എന്ന് സൂചോളിന്റെ അടുത്ത് ഹ്യൂൻവും ചോദിക്കുന്നു. ഞാൻ ഈ ഒരു മതത്തിലൊന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അതിന് മറുപടിയായിട്ട് ഞാൻ ക്രിസ്ത്യൻ ആയിട്ടായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹ്യൂൻവും അറിയിക്കുകയാണ്. വീണ്ടും ഒരു കുക്കിങ്ങിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് ഓയിലിന്റെ മണമൊന്നും തനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കുക്കിംഗ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് അവനും നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കുന്നു. ക്വീൻസ് ഗ്രൂപ്പിന് മുത്തശ്ശിയുടെ മരിച്ച ചടങ്ങൊക്കെയാണ് നടക്കുവാനായിട്ട് പോകുന്നത്. എന്നിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരാൾ പോലുമില്ല. മറിച്ച് അവരുടെ എല്ലാവരുടെയും മരുമക്കളെ കൊണ്ടാണ് ഈ ഒരു പണി എല്ലാം തന്നെ ചെയ്യിക്കുന്നത്. പക്ഷെ അവരുടെ ഫാമിലിയിലുള്ള ആളുകളാകട്ടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ശ്രദ്ധ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രേസ് കോയിനെ കാണിക്കുമ്പോഴത്തേക്കും അമ്മയുടെ ഡ്രസ്സിന്റെ കളറൊക്കെ കാണിച്ച് ഗ്രേസ്കോ പറയുകയാണ്, ഈ ഒരു കളർ എല്ലാവർക്കും ഒന്നും ചേരുകയില്ല. ആകെ നിങ്ങൾക്കും പിന്നെ ഫാഷൻ ഷോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മോഡലിന് മാത്രമാണ് ഈ ഒരു കളർ ഇത്രയ്ക്ക് ചേരുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മേനെയും പുകഴ്ത്തുന്നു. അപ്പോഴേക്കും അവിടേക്ക് സ്യുൽഹിയും എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്ന വ്യോംചോ ഉണ്ടല്ലോ, വ്യോംചോ ഒരാളുടെ മുടിയിൽ പിടിച്ച് വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരാളാണ് സ്യോൽഹി. ഹാൻഡ്ബുക്ക് ഒന്നും ധരിക്കാതെയൊക്കെ ആയിരുന്നു അവിടേക്ക് സൊൽഹി എത്തിയിട്ടുണ്ടായിരുന്നത്. സോൽഹി നിലവിൽ മുത്തശ്ശന്റെ ഗേൾഫ്രണ്ട് ആണ്. മുത്തശ്ശിയുടെ ചടങ്ങില് ഹാൻഡ്ബുക്ക് ഇടാതെ എന്തുകൊണ്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ നിങ്ങളുടെ ഫാമിലി മെമ്പർ ഒന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു ചടങ്ങ് കൂടാതിരിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതെന്നൊക്കെ ആയിരുന്നു സോൽഹി പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. സോൽഹി എന്തായാലും അവിടെ എത്തുന്നതില് അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും മുത്തശ്ശനും അവിടെ എത്തുകയാണ്. എന്തുകൊണ്ടാണ് ഇവൾ ഹാൻഡ്ബുക്ക് ഒന്നും ഇടാതെ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് തനിക്ക് അറിയുകയില്ല എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും, നീ അത് ധരിച്ചിട്ട് ഈ ഒരു പരിപാടിക്ക് കൂടുകയില്ല എന്ന് മുത്തശ്ശനും സൽഹിയുടെ അടുത്ത് ചോദിക്കുന്നു. താൻ ഈ ചടങ്ങിനൊന്നും പങ്കെടുക്കുകയില്ല എന്നായിരുന്നു അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ആകട്ടെ സോൽഹി പങ്കെടുക്കുമെന്നാണ് മുത്തശ്ശന്റെ അടുത്ത് പറയുന്നത്. മുത്തശ്ശൻ തന്നെ അവളോട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് പറയുവാനാണ് അവളും നേരത്തെ അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഗ്രേസ്കോയും പറഞ്ഞു കൊടുക്കുന്നു. മുത്തശ്ശന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ട് ആകട്ടെ നേരത്തെ അമ്മായിയമ്മനേക്കാളും കഷ്ടമാണെന്നൊക്കെ അവള് തോന്നല് അമ്മയുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കൂടി ചടങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ബ്യോംച ആ ഒരു ചടങ്ങിലേക്ക് എത്തുകയാണ്. മുത്തശ്ശിക്ക് കുടിക്കുവാനായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അവൾ എടുത്ത് കുടിക്കുകയാണ്. പിന്നീട് അവളുടെ അമ്മയുടെ അടുത്ത് അവളും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. മുത്തശ്ശനാകട്ടെ സൊൽഹിനെ ഡേറ്റ് ചെയ്തത് കൊണ്ടായിരുന്നു അമ്മയും ഹൃദയം പൊട്ടി മരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് വ്യോംച് പറയുന്നത്. അങ്ങനെ അമ്മയുടെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള സോൽഹിനെ ശിക്ഷിക്കുവാനായിട്ടായിരുന്നു അവളുടെ മുടിയിൽ പിടിച്ചൊക്കെ താൻ വലിച്ചിട്ടുണ്ടായിരുന്നതെന്നും മുത്തശ്ശിയുടെ മരണത്തിന് കാരണക്കാരിയായ സോൽഹിനെ കൂടെ നിർത്തിയതിനു ശേഷം സ്വന്തം മക്കളായിട്ടുള്ള വ്യോംചേനെ ജയിലയക്കുകയാണ് മുത്തശ്ശൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും പറഞ്ഞ് അവളും ആകെ വിഷമിക്കുകയാണ്. ഹെയിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ എതിർത്ത് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ബ്യോംചയാണ്. അതുകൊണ്ട് തന്നെ ബ്യോംചേനെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ഹെയിന്റെ അച്ഛൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്കെതിരായിട്ടൊക്കെ സംസാരിക്കുകയാണ് ബ്യോംചയും. ബ്യോംചയും അമ്മയുടെ മരണത്തിലുള്ള ഉത്തരവാദി ഇവള് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മുത്തശ്ശി മരിച്ചത് ഹാർട്ട് അറ്റാക്ക് മൂലമാണെന്നൊക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ അമ്മ ഇനി ഞങ്ങളെ കാണുവാനായിട്ട് എത്തേണ്ടതില്ല എന്നൊക്കെ അമ്മയുടെ ആത്മാവിനോട് പറഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ആൽക്കഹോൾ ഒക്കെ എടുത്ത് കുടിക്കുകയാണ് ബ്യോംചയും. ഇനി മുത്തശ്ശന്റെ മറ്റൊരു മകനെയും കൂടി കാണിക്കുകയാണ്. ആ ഒരു മകനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതൊക്കെ ആയിരുന്നു. പക്ഷെ അമ്മയുടെ ചടങ്ങ് കൂടുവാനായിട്ട് അയാളും വീടിന് വെളിയിലായിട്ടൊക്കെ വന്ന് നിൽക്കുന്നു. അവനാകട്ടെ എന്നെ കാണുവാനായിട്ട് വന്നതൊന്നുമല്ല. ഇപ്പോൾ മഴ നനഞ്ഞ് വെളിയിൽ നിൽക്കുന്നത് തന്നെ ടിവിയിലും ചാനലിലുമൊക്കെ അവനെ കുറിച്ച് വാർത്ത വരുവാനായിട്ട് മാത്രമാണെന്നൊക്കെയാണ് മുത്തശ്ശനും അവനെ കുറിച്ച് സംസാരിക്കുന്നത്. കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ക്വീൻസ് ഗ്രൂപ്പിന്റെ മരുമക്കളാകട്ടെ
ഒന്നിച്ചു നിന്ന് അവരുടെ അവസ്ഥേനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അവരാകട്ടെ വളരെ കഷ്ടപ്പെട്ടായിരുന്നു ആ ഒരു ഫാമിലിയിലൊക്കെ ജീവിച്ചു പോകുന്നത്. അവർക്ക് അവരുടെ സ്വന്തം ഫാമിലിനെ കാണുവാനായിട്ടുള്ള ഒരു അവസരം പോലും വളരെ കുറവാണ്. ഇന്നാകട്ടെ ഹുനുവിന്റെ അച്ഛന്റെ 60-ാം പിറന്നാളാണ്. പക്ഷെ ഹുനുവിന് ഈ ഒരു ചടങ്ങൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുവാൻ പോലും പോകുവാനായിട്ട് സാധിച്ചില്ല. അവന്റെ അവസ്ഥ ഓർത്തിട്ടാണ് എനിക്ക് വിഷമമുള്ളതെന്നൊക്കെ ഒരാൾ പറയുമ്പോഴത്തേക്കും മറ്റൊരാളാകട്ടെ നമ്മുടെ ഭാര്യമാരെല്ലാവരും തന്നെ ക്വീൻസ് ഗ്രൂപ്പിന്റെ കസിൻസ് ആണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ ക്വീൻസ് ഗ്രൂപ്പിന്റെ തന്നെ മരുമകനായിട്ടുള്ള ഹുനുവിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നൊക്കെ അവരും ചിന്തിച്ചു നോക്കുന്നു. ഹെയിന്റെ അച്ഛനും ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഹുനുവിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അതായത് അച്ഛനെ ഒരിക്കല് ചതിച്ചിട്ട് പോയ ഒരാളുണ്ടായിരുന്നു. അയാളെ വെറുതെ വിടുവാനായിട്ടൊന്നും അച്ഛൻ തീരുമാനിച്ചിട്ടില്ല. മറിച്ച് അയാളെ മാക്സിമം അപമാനിച്ചതിന് ശേഷം അയാളെ ഇല്ലാതാക്കുവാനായിട്ടാണ് അച്ഛൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹ്യുൻബോയും തന്റെ അവസ്ഥ ഇതൊക്കെ ആയിരിക്കുമല്ലോ എന്ന് സ്വയം ഓർത്തു നോക്കുന്നു. നിന്നെ ഉപേക്ഷിക്കുന്ന ആൾക്കാർക്ക് നീ ടാറ്റാ ബൈ ബൈ കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവരെ തിരിച്ച് മാക്സിമം ഉപദ്രവിക്കുകയാണ് ചെയ്യേണ്ടതെന്ന ഒരു ഉപദേശമൊക്കെ ഹെയിന്റെ അച്ഛനും അവന് നൽകുന്നു. ഹ്യുനുവും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവനും അവന്റെ വിഷമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് തുറന്നു പറയുന്നു. വൈഫിന്റെ മുത്തശ്ശനും വൈഫിന്റെ അച്ഛനും അമ്മയും പിന്നെ അച്ഛന്റെ സഹോദരിയും എല്ലാം തന്നെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതേ വീട്ടിൽ തന്നെയാണ് ഞാനും താമസിക്കുന്നത്. എല്ലാ ദിവസവും രാത്രി ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരാകട്ടെ 9 മണിയാകുമ്പോഴത്തേക്കും പരസ്പരം സംസാരിക്കാനായിട്ട് മീറ്റിംഗ് ഒക്കെ കൂടും. ഒരു ബർത്ത്ഡേയോ ക്രിസ്മസോ അവധി ദിവസമോ വീക്കെൻഡോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ എല്ലാവരും എപ്പോഴും ഒന്നിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുവാനായിട്ട് സമയം പോലും ഇല്ല. അവരുടെ ഫാമിലിയിലെ 15 പേരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഓരോ വർഷവും നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ചടങ്ങുകളും ഫാമിലിയിലെ മരുമക്കളായിട്ടുള്ള ആണുങ്ങൾ വേണം ചെയ്യുവാൻ. പക്ഷേ ഫാമിലിയിലുള്ള ആണുങ്ങൾ അതിലൊന്നും സഹായിക്കുക കൂടി ചെയ്യുകയില്ല. ഹ്യുൻവോ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും കുറച്ചുനാള് നീ മാറി താമസിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു എന്ന് കൂടി അയാൾ ചോദിക്കുമ്പോഴത്തേക്കും എന്റെ ബോസ് എന്റെ വൈഫാണ്. എന്റെ വൈഫിന്റെ ബോസ് അവളുടെ അച്ഛനാണ്. അവളുടെ അച്ഛന്റെ ബോസ് ആകട്ടെ അവളുടെ മുത്തശ്ശനുമാണ്. അവൻ ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യ, നീയും വൈഫും കൂടി കൂടി കുറച്ച് ദിവസം മാറി താമസിക്കുവാനായിട്ടൊക്കെ സൈക്യാട്രിസ്റ്റും ആവശ്യപ്പെടുന്നു. പക്ഷേ എനിക്ക് എന്റെ വൈഫിന്റെ റിലേറ്റീവ്സിനെ ഇഷ്ടമില്ല എന്ന് പറയുന്നത് സത്യമാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് എന്റെ വൈഫിനെയും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അവനും അതിനുള്ള റീസൺസ് ഒക്കെ അറിയിക്കുന്നു. അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു ആ ഒരു ഫാമിലിയിലേക്ക് ഞാൻ വിവാഹം കഴിച്ചു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവളുടെ ഫാമിലിയിലുള്ള ആളുകൾ എന്നെ ഇങ്ങനെയാണ് കാണുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്ന കാര്യവും അവൻ അറിയിക്കുന്നു. വിവാഹത്തിന് മുമ്പാകട്ടെ നീ എന്നെ വിശ്വസിച്ച് എന്റെ ഒപ്പം വരണം, ഞാൻ ഒരിക്കലും നിന്നെ കരയിക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു അവളും അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ വിശ്വസിച്ച് അവൻ വലിയൊരു മണ്ടനായിരുന്നു എന്ന് അവൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്തേ മതിയാകൂ. ഇത്രയും കാലം ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാതിരുന്നത് അവളുടെ അച്ഛനെ ഭയന്നിട്ടായിരുന്നു. അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ചതിക്കുന്ന ആളുകളെ വെറുതെ വിടാറില്ല. എപ്പോഴും മാക്സിമം അവരെ നാണം കെടുത്തും. പക്ഷെ ഇപ്പോൾ എല്ലാം ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഡിവോഴ്സ് ചെയ്തതിന് ശേഷം അയാളുടെ കൈകൊണ്ട് മരിക്കുന്നതിൽ പോലും ഒരു പ്രശ്നവും ഇല്ല എന്നാണ് അവൻ വിചാരിക്കുന്നത്. ഡിവോഴ്സ് ചെയ്താൽ മാത്രം മതി അവന്. സോ അവന്റെ എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ആകട്ടെ ഡോക്ടറുടെ വൈഫിനെയൊക്കെ കോൾ ചെയ്തിട്ട് ആ വൈഫിനെ കിട്ടിയതിൽ താൻ ഒരുപാട് സന്തോഷിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. ഗ്രേസ്കോവിന് ഒരു സ്പായൊക്കെ ഉണ്ട്. ഗ്രേസ്കോ ആകട്ടെ ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചു വരികയാണ്. ആ സ്ത്രീയുടെ കാര്യം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മകൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഫാമിലിയിലെ ചെറുക്കനെയൊക്കെ വിവാഹം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഒക്കെ സെറ്റ് ആക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടായിരുന്നു ആ ഒരു മകനായിരുന്നില്ല, അവരുടെ ഫാമിലിയിലെ ഏറ്റവും ഇളയ മകനായിരുന്നു സ്വത്തെല്ലാം കിട്ടാൻ പോകുന്നതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൈസായിട്ട് മൂത്ത മകനെ ഒഴിവാക്കിയിട്ട് ഇളയ മകനുമായിട്ട് ആ സ്ത്രീയുടെ മകളെ സെറ്റാക്കി കൊടുക്കുവാനായിട്ടാണ് ഗ്രേസ്കോയുടെ അടുത്തേക്ക് അവർ എത്തിയിട്ടുള്ളത്. അതായത് ഗ്രേസ്കോ ഇതുപോലെ വലിയ ഫാമിലിയിലുള്ള ആൾക്കാരുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്ന ഒരാളാണ്. നീ എപ്പോഴും ക്വീൻസ് ഗ്രൂപ്പിന്റെ ഒപ്പമൊക്കെ നടക്കുന്ന ആളല്ലേ, എന്നിട്ട് പോലും ക്വീൻസ് ഗ്രൂപ്പിലെ ഹെയ്ൻ നീ പറഞ്ഞിട്ടായിരുന്നില്ലല്ലോ വിവാഹമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ആ ഒരു സ്ത്രീ ചോദിക്കുമ്പോഴത്തേക്കും അതിൽ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ ആകട്ടെ അവർ 3 വർഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണ്. എങ്കിൽ പോലും ഉടനെ തന്നെ ഒരു വിവാഹമോചനമൊക്കെ അവർ നടത്തുന്നതായിരിക്കുമെന്നും ഞാൻ പറയുന്ന ആളെ ആയിരിക്കും ഹെയ്ൻ അടുത്തതായിട്ട് വിവാഹം കഴിക്കുവാനായിട്ട് പോകുകയെന്നും ഗ്രേസ്കോ പറയുന്നു. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ലിഫ്റ്റിൽ വെച്ച് ഗ്രേസ്കോയും ഹെയ്നെ കാണുകയാണ്. ഹെയ്നുമായിട്ട് ക്ലോസ് ആണെന്നൊക്കെ കാണിക്കുവാനായിട്ട് ഗ്രേസ്കോയും അവളോട് സംസാരിക്കുവാനൊക്കെ നോക്കുന്നു. പക്ഷെ ഹെയ്ൻ ആകട്ടെ ഗ്രേസ്കോന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നീട് നിന്റെ അമ്മ എന്റെ സ്പായിലൊക്കെ വരുന്നുണ്ട്, നീയും സമയം കിട്ടുമ്പോൾ അവിടെ വരണമെന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് ഗ്രേസ്കോ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും
അവിടെ വരുവാനായിട്ട് തനിക്ക് ഒട്ടും തന്നെ ആഗ്രഹമില്ല എന്ന കാര്യമൊക്കെ ഹെയ്ൻ തുറന്നു പറയുന്നു. മാത്രമല്ല അവളുമായിട്ട് ക്ലോസ് ആണെന്ന് കാണിക്കുവാനായിട്ട് നിൽക്കരുതെന്നും കൂടി പറയുകയാണ്. ഇതെല്ലാം തന്നെ ആ ഒരു സ്ത്രീയും കേൾക്കുന്നു. ആ സ്ത്രീയുടെ മുമ്പിൽ ആളാകുവാനായിട്ടായിരുന്നു ക്രിസ്കോ ഹെയ്നെ കാണുവാനായിട്ട് എത്തിയതെങ്കിൽ പോലും ഇപ്പോൾ ഹെയ്ൻ അവോയ്ഡ് ചെയ്തത് കൊണ്ട് തന്നെ ക്രിസ്കോ ആകെ ദേഷ്യത്തിലാണ്. പിന്നെ ആ സ്ത്രീക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള അഡ്വൈസ് ഒക്കെ ക്രിസ്കോ നൽകുന്നുമുണ്ട്. അതിനുശേഷം അവളും നേരെ ഹ്യുൻവോനെ കാണുവാനായിട്ട് എത്തുന്നു. ഹെയ്ൻ വിവാഹത്തിന് മുമ്പ് ഒരു വിൽപത്രമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹെയ്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഹെയ്ൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സ്വത്തുക്കളെല്ലാം തന്നെ മക്കൾക്ക് കിട്ടുന്നതാണ്. പക്ഷേ മക്കളൊന്നും ഇല്ല എങ്കിൽ ആ സ്വത്ത് ഒരിക്കലും ഹസ്ബൻഡിന് കിട്ടുകയില്ല. മാത്രമല്ല അവളുടെ ഫാമിലിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ആ ഒരു സ്വത്തെല്ലാം തന്നെ വീതം വെച്ച് പോകുന്നതായിരിക്കും. നിനക്ക് എന്തായാലും ഒരു സ്വത്തും കിട്ടുവാൻ പോകുന്നില്ല എന്നൊക്കെ ക്രിസ്കോ പറയുമ്പോഴത്തേക്കുമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അവൻ അറിയുന്നത്. അവൾക്കൊരിക്കലും ഒരു ഹസ്ബൻഡിനെ ആയിരുന്നില്ല ആവശ്യമുണ്ടായിരുന്നത്. മറിച്ച് ഫാമിലിയിലെ മെമ്പേഴ്സിനെയൊക്കെ നോക്കുന്ന ഒരടിമേനെ മാത്രമായിരുന്നു. അതിനുവേണ്ടിയാണ് നിന്നെ വിവാഹം കഴിച്ചതും. അവൾ ആഗ്രഹിച്ച പോലെ ഒരു ഹസ്ബൻഡിനെയൊക്കെ അവൾക്ക് കിട്ടി. പക്ഷെ നീ ആഗ്രഹിച്ച പോലെയുള്ള ഒരു വൈഫിനെ നിനക്ക് ലഭിച്ചേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരേസ്കോ അവനെ വീണ്ടും വിഷമിപ്പിക്കുന്നു. ഹേയനും ഒരു ഡോക്ടറിനോടൊക്കെ സംസാരിക്കുന്നു. അങ്ങനെയിരിക്കെ ഹ്യുൻവുനെ കാണുമ്പോഴത്തേക്കും നിനക്കിന്ന് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടം വരെ പോകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹ്യുൻവുനോട് പറയുമ്പോഴത്തേക്കും അവൻ അവളുടെ കൂടെ പോകുവാനായിട്ട് തയ്യാറാകുന്നില്ല. നീ എവിടേക്ക് വിളിച്ചാലും ഞാൻ ഒരിക്കലും നിന്റെ ഒപ്പം ഇനി വരികയില്ല എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടു പോകുന്നു. അവൻ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് അവന്റെ ഗ്രാമത്തിലേക്കൊക്കെ ആയിരുന്നു. കർഷകനായിട്ടുള്ള ഹ്യുനുവിന്റെ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ മണ്ണിൽ താന്നു പോകുകയാണ്. ആ ഒരു സന്ദർഭം മുതലാക്കിക്കൊണ്ട് അച്ഛനും കൂടെയുള്ള ആളോട് സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. പക്ഷെ അമ്മ അവിടെ എത്തിയിട്ട് അച്ഛനെ സഹായിക്കുകയാണ്. അമ്മയാകട്ടെ ഇതിനു മുമ്പ് കർഷകയൊക്കെ ആയിരുന്നു. മാത്രമല്ല ഇതുപോലത്തെ വലിയ വണ്ടിയൊക്കെ ഒരുപാട് ഓടിച്ചിട്ടുമുണ്ട്. ആ ഒരു കാര്യത്തിൽ അച്ഛനും അമ്മേനെ കുറിച്ച് ഓർത്ത് അഭിമാനമൊക്കെ ഉണ്ട്. ഇനി അമ്മ വണ്ടി ശരിയാക്കിയതിനു ശേഷം അച്ഛനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും അച്ഛനാകട്ടെ വഴിയിൽ കാണുന്ന ഓരോ ആൾക്കാരോടും സംസാരിച്ചൊക്കെ നിൽക്കുകയാണ്. പക്ഷെ അമ്മയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ ആ ഒരു നാട്ടിലെ വില്ലേജിന്റെ ഹെഡാണ്. അടുത്ത ഇലക്ഷനൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും നമ്മൾ വോട്ടേഴ്സ് ആയിട്ട് വേണം കാണുവാൻ. മാത്രമല്ല ഇവരുടെ അടുത്ത് ഒരു സൗഹൃദമൊക്കെ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെയാണ് അച്ഛൻ പറയുന്നതും. പക്ഷെ അതിനോടൊന്നും തന്നെ അമ്മയ്ക്ക് വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവിടെ ഹ്യുനുവും എത്തിയിരിക്കുന്നു. ഹ്യുനുവ് തനിച്ചാണ് എത്തിയതെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവർക്കും ഒരു നിരാശയൊക്കെ തോന്നുന്നുണ്ട്. അമ്മയും അവന് ഫുഡൊക്കെ നൽകുമ്പോഴത്തേക്കും അവനും ആ ഒരു ഫുഡ് എല്ലാം തന്നെ വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്നു. ഹ്യുനുവിന്റെ ചേച്ചിക്കാകട്ടെ മുടിയൊക്കെ വെട്ടുന്ന ഒരു കടയൊക്കെയാണ് ഉള്ളത്. അതിനും ക്വീൻസ് എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. നിന്നോട് എല്ലാ വീക്കെൻഡും ഇവിടെ എത്തുവാനൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അച്ഛന്റെ 60ാമത്തെ പിറന്നാളിനെങ്കിലും നിനക്ക് ഹെയ്നെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നുകൂടായിരുന്നോ? നീ ഒട്ടും തന്നെ മനസാക്ഷിയില്ലാത്ത ഒരാളാണെന്നൊക്കെ ചേച്ചി സംസാരിക്കുമ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഹെയ്നെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പോകുകയാണെന്ന് അവൻ അറിയിക്കുന്നു. 60ാമത്തെ ബർത്ത്ഡേ അത്ര വലിയ സംഭവമൊന്നും അല്ല. 60ാമത്തെയോ 70ാമത്തെയോ ബർത്ത്ഡേക്ക് നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നീ ഡിവോഴ്സ് ചെയ്യേണ്ടതായിട്ടില്ല എന്നൊക്കെയാണ് എല്ലാവരും ഒരുപോലെ അവനോട് പറയുന്നത്. ഞാൻ ഒട്ടും തന്നെ ഹാപ്പി അല്ല. അതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് ഞാൻ തീരുമാനിച്ചതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ലൈഫ് ഇതുപോലെയൊക്കെയാണ്. അവരൊരുപാട് ഹാപ്പി ഒന്നും അല്ല. പക്ഷെ ലൈഫിലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. എന്നെ തന്നെ നോക്ക്. ഞാൻ നിന്റെ അമ്മേനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നാണോ നീ വിചാരിക്കുന്നതെന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് പറഞ്ഞ അബദ്ധത്തെക്കുറിച്ച് അച്ഛനും ഓർക്കുന്നത്. പിന്നീട് അച്ഛനും അമ്മയും കൂടി വഴക്ക് കൂടുന്നു. അങ്ങനെ അവന് വീട്ടിൽ നിന്ന് പോകുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും അവന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡാണോ അതോ ചേട്ടനാണോ എന്ന് ഡൗട്ട് ഉണ്ട് ട്ടോ. സോ ചേട്ടനും കൂടി ചേർന്നിട്ട് അവനെ തടയുന്നത്. നിന്നെ സിയോളിലേക്ക് അയക്കുവാനായിട്ട് നമ്മുടെ അച്ഛനാകട്ടെ എല്ലാ പശുക്കളെയും വിറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുവാനായിട്ട് ഒരു അവസരമൊന്നും കിട്ടിയില്ല. ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത ത്യാഗമാണ് അതെന്നൊക്കെ ചേച്ചി പറയുമ്പോഴത്തേക്കും ചേച്ചിക്ക് ശരിക്കും അറ്റൻഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ പോകുവാൻ സാധിക്കാതെ പോയതെന്നൊക്കെ അവനും അറിയിക്കുന്നു. അതെല്ലാം തന്നെ എന്റെ അഭിനയമായിരുന്നു. പേരൻസിന് എന്റെ അടുത്തുള്ള എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ അവരുടെ പശുക്കളെയും എല്ലാം തന്നെ ഞാൻ നിനക്ക് വേണ്ടി വിട്ടു നൽകിയതായിരുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. നമ്മുടെ അച്ഛൻ വളരെയധികം ഹാപ്പി ആയിട്ടായിരുന്നു നിന്നെ ക്വീൻസ് ഗ്രൂപ്പിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ സ്റ്റോക്ക് പ്രൈസ് ഒക്കെ ഓരോ തവണ കൂടുമ്പോഴും അച്ഛൻ അത് സെലിബ്രേറ്റ് ചെയ്ത് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാറുമുണ്ട്. അങ്ങനെ ഇരിക്കെ നീ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വിവരമൊക്കെ ഇവിടുത്തെ ആളുകൾ അറിയിക്കുകയാണെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ മുഖത്തൊക്കെ നോക്കുക എന്നാണ് ചേട്ടൻ ചോദിക്കുന്നത്. എന്റെ കടയിൽ വരുന്ന ആളുകൾ നീ ഡിവോഴ്സ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് ചേച്ചിയും പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തന്നെ എന്നെ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് പണമൊക്കെ നിങ്ങൾക്ക് കിട്ടിയതല്ലേ. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടണമെന്നായിരുന്നു ഹ്യുൻബോ അവരുടെ അടുത്ത് അപേക്ഷിക്കുന്നത്.
വീട്ടിലെത്തുന്ന ഹിനുവും ഡിവോഴ്സ് പേപ്പറൊക്കെ എടുത്തിട്ട് രണ്ടും കൽപ്പിച്ച് ഹെയിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. എനിക്കൊരു കാര്യം പറയുവാനായിട്ടുണ്ടെന്നൊക്കെ ഹിനു പറയുമ്പോഴത്തേക്കും ഹെയിനും ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ ആദ്യം പറയുന്നു, നമുക്കിന്ന് ഒരിടം വരെ പോകണമെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അത് ശരിക്കും ഡോക്ടറിനെ കാണുവാനായിട്ടായിരുന്നു. ഡോക്ടർ ആകട്ടെ എനിക്കൊരു അസുഖമാണെന്നൊക്കെ പറഞ്ഞു, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ഇനി എനിക്ക് 3 മാസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനുള്ളിൽ ഞാൻ മരിച്ചു പോകുന്നതായിരിക്കുമെന്നൊക്കെ ഹെയിനും തുറന്നു പറയുകയാണ്. അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും അവന് പറയുവാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവനും മറച്ചു വെക്കുന്നു. ഇന്നും ഇതിനു മുമ്പും ഞാൻ നിന്റെ അടുത്ത് ചെയ്തതിനെല്ലാം തന്നെ നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും ഞാൻ അതുപോലെ ഒന്നും നിന്റെ അടുത്ത് പെരുമാറുകയില്ല. ഇനി നീ 3 മാസം മാത്രമേ എന്റെ ഒപ്പം ഉണ്ടാക്കുകയുള്ളല്ലോ. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും അവളെ ഹഗ് ചെയ്യുന്നു. ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നു എന്ന് കൂടി അവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുമ്പോഴത്തേക്കും ഒരു എൻഡ് സീൻ കൂടി കാണിക്കുന്നുണ്ട്. അത് അവരുടെ വിവാഹം തന്നെയാണ്. എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നു ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അവരൊന്നിച്ച് അങ്ങനെ ഫാമിലി ഫോട്ടോയും എടുക്കുന്നു. പക്ഷേ അവളുടെ അമ്മയ്ക്ക് അതിൽ അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താകട്ടെ 10 വർഷത്തിന് ശേഷമുള്ള ഹ്യുൻവുവിന്റെ അടുത്ത് നിനക്ക് എന്താണ് പറയുവാനായിട്ടുള്ളതെന്ന് വീഡിയോഗ്രാഫേഴ്സ് ചോദിക്കുമ്പോഴത്തേക്കും നീ സുഖമായിട്ടിരിക്കുന്നോ? നിനക്ക് എത്ര കുട്ടികളുണ്ട്? നീ ഡിവോഴ്സ് ചെയ്തു എന്ന് മാത്രം എന്നോട് പറഞ്ഞേക്കരുത്. എന്റെ ലൈഫിൽ എനിക്ക് ഹെയ്നെ മാത്രം മതി. 10 വർഷം കഴിയുമ്പോഴും ഇപ്പോൾ ഞാൻ അവളെ സ്നേഹിക്കുന്ന അതേ രീതിയിൽ തന്നെ അവളോട് സ്നേഹം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളെ ഒരിക്കലും നീ കരയിക്കുവാനായിട്ട് പാടില്ല. അവളെ എപ്പോഴും സന്തോഷമാക്കി വെക്കണമെന്നൊക്കെ അവൻ പറയുന്നു. ഇനി അവളെ കാണിക്കുമ്പോഴത്തേക്കും 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ബിസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുവാൻ പോലും എനിക്ക് നേരമുണ്ടാക്കുകയില്ല. 10 വർഷം കഴിയുമ്പോൾ നീ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അഥവാ കാണുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ നിർത്തിവെച്ചിട്ട് പോയി വർക്ക് ചെയ്യ്. ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും നീ ഹെൽത്തി ആയിട്ട്, സുന്ദരിയായിട്ട്, സക്സസ്ഫുൾ ആയിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പോഴത്തെ പോലെ തന്നെ ഹിനുവ അപ്പോഴും നിന്റെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് അവളും ഒന്ന് പുഞ്ചിരിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.